നമുക്ക് പറയൂ, എന്താണ് ഈ സിനിമ, എങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്? ഈ സിനിമയുടെ കഥയുമായിട്ട് ആദ്യം എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചത് മലയാള സിനിമയുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സിനിമയായിരിക്കില്ല. അത്ര ഒരു അത്രയും വലിയ ക്യാൻവാസിലുള്ള ഒരു വലിയ സിനിമ, വലിയ സ്കെയിലിൽ എടുക്കേണ്ട സിനിമ, ഇതെങ്ങനെ നമ്മൾ എടുക്കാൻ പറ്റും? ടു ബിഗ് ഫോർ മലയാളം. അങ്ങനെ മഹേഷിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ആരാ പ്രൊഡ്യൂസർ? ആ പറയുന്നുണ്ട്, ഇവരുണ്ട്, മറ്റൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ആൻഡ്രോ എൻ്റെ കൂടെ എപ്പോഴുള്ള ഒരാളായതുകൊണ്ട് ആൻഡ്രോ ആ ഭാരം ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആൻഡ്രോയ്ക്ക് സപ്പോർട്ടിനായിട്ട് കുറച്ച് പേരുണ്ട്, അത് ഒറ്റയ്ക്കല്ല. അങ്ങനെ അത് ആരംഭിച്ചു. സിനിമ അവസാനം ഷൂട്ട് ചെയ്ത് മെയ് 1 പുറത്തിറങ്ങാൻ തയ്യാറായിരിക്കുക. ആദ്യം വരുമ്പോൾ മമ്മൂക്ക മാത്രമാണ് മനസ്സിൽ എന്നാണ് സംവിധായകൻ പറഞ്ഞത്, മഹേഷ് പറഞ്ഞത്. മോഹൻലാലിന്റെ പേര് മാത്രം പറഞ്ഞിട്ടില്ല, അത് മമ്മൂക്കയാണ് പറഞ്ഞത്. അല്ലല്ല, അതിന് നമ്മൾ ഒരു കുറച്ചുകൂടെ നാഷണൽ അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി അങ്ങനെ ആരെങ്കിലും, ബഡ്ജറ്റും കൂടി കാരണമായിരിക്കും അല്ലേ? ബഡ്ജറ്റും കൂടെ നോക്കുമ്പോൾ നമുക്ക് ഒന്ന് ആരെങ്കിലും ബോംബെയിൽ നിന്ന് ഇറക്കാം, ഹിന്ദി സ്റ്റാർസിനെ വിളിക്കാമെന്നുള്ളൂ. ഞാൻ പറയും, നാഷണൽ സംഭവത്തിൽ നിന്നും ഹിന്ദി താഴെ തന്നെ വേണമെന്നില്ല, നമ്മളൊക്കെ അത്യാവശ്യം അറിയുന്നവരാണ് അവിടെ. അങ്ങനെയാണ് മോഹൻലാൽ വരാൻ. അവിടെ പുള്ളിയോട് സംസാരിക്കാൻ പറഞ്ഞു. സംസാരിച്ചപ്പോൾ പുള്ളി വിത്ത് ഹാപ്പി, വളരെ സന്തോഷത്തോടുകൂടി പുള്ളി സ്വീകരിക്കാം. എത്ര വർഷത്തിന് ശേഷമാണ് അല്ലേ രണ്ടുപേരും കൂടി? ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം കാര്യങ്ങൾ. ശരിയാണ്. ഓരോ പോസ്റ്റ് വരുമ്പോഴും, ഓരോ പിറന്നാൾ വരുമ്പോഴും, ഓരോ സിനിമ പറഞ്ഞൊരു ഷോ, അത് ഇത് നമ്മളങ്ങനെ ഒരു മിസ്സിങ് പരസ്പരം ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കാണാതിരിക്കുമോ, സംസാരിക്കാതിരിക്കുമോ, എപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്തിന് സംസാരിക്കേണ്ടി വരും, അല്ലെങ്കിൽ കാണേണ്ടി വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പൊതുവേദികളിൽ കാണും, അങ്ങനെയൊക്കെ ഉണ്ടാകും. അത്രത്തോളം ഒരുപക്ഷെ ഇവരെയൊന്നും കാണാറില്ലായിരിക്കും നമ്മൾ. ആ കൊച്ചുമ്പോൾ നമ്മൾ വീടിനടുത്തായതുകൊണ്ട് ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കണം.